ചെർപ്പശ്ശേരിയുടെ കായിക ഭൂപടത്തിന് കരുത്തായി നഗരസഭാ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. ആദ്യഘട്ട പ്രവൃത്തികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. കേരള സർക്കാർ ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം പണിയുന്നത്. ചെർപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് സ്റ്റേഡിയം പണിയുന്നത്. ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച EMS ഹാളിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചത്. സ്റ്റേഡിയത്തിന്റെ മുഴുവൻ പ്രവൃത്തിയും പൂർത്തിയാക്കണമെങ്കിൽ 6 കോടി രൂപ ചിലവ് വരുമെന്നും ഘട്ടം ഘട്ടമായി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. ഈ മുനിസിപ്പൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് നമുക്ക് പരിഷ്കരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 24-25 സാമ്പത്തിക വർഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ നമ്മുടെ ഗ്രൗണ്ടിന്റെ പേര് വന്നത്. പേര് സുമാരത വന്നതല്ല. ഫണ്ടിനൊക്കെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസമുണ്ടെങ്കിലും മുൻഗണന കൊടുക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചെർപ്പശ്ശേരി ഈ മുനിസിപ്പൽ ഗ്രൗണ്ടിന് വേണ്ടി 24-25 ബഡ്ജറ്റിൽ നമ്മൾ 2 കോടി രൂപ മാറ്റിവെച്ചു. ഞങ്ങളതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ആലോചന നടത്തിയപ്പോൾ ഗ്രൗണ്ട് മാത്രം ഗ്രൗണ്ടും സ്റ്റേഡിയത്തിനും മറ്റ് സൗകര്യങ്ങൾ, പിന്നീട് മറ്റ് കോർട്ടുകൾ, ഇതെല്ലാം കൂടിയിട്ട് വരുമ്പോഴത്തേന് 6 കോടി രൂപ വരുമെന്ന് ഞങ്ങൾ പ്രാഥമികമായി അന്ന് ചർച്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V അനിത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീലജ വാഴക്കുന്നത്ത്, കൗൺസിലർമാരായ CA ബക്കർ, KM ഇസാക്ക്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ, മുൻ കൗൺസിലർ VT സാദിഖ് ഹുസൈൻ, CPI നേതാവ് KK സൈദലവി, കില ഫാക്കൽറ്റി ഗോപാലകൃഷ്ണൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ, CDF ചെയർപേഴ്സൺ പ്രിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മിസ്റ്റർ ഇന്ത്യ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ നിരപ്പറമ്പ് സ്വദേശി റഫീഖിനെ MLA ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ചെർപ്പശ്ശേരി കച്ചേരിക്കുന്നിലുള്ള അജ്സൽ ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ അവതരിപ്പിച്ചു. ആധുനിക സൗകര്യങ്ങളോടെയാണ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം വരിക. ഇതിൻ്റെ 3D മാതൃകയും പുറത്തിറക്കി.